അപ്പൊ ഷുഗറായില്ലേ? ഇന്നത്തെ ഇന്ന് നമ്മൾ അവല് മിൽക്ക് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അവിൽ മിൽക്ക് കൊറേ സ്ഥലങ്ങളിൽ അവിൽ മിൽക്ക് കഴിക്കാറില്ലേ? നമ്മൾ ഇന്നാള് പോയിട്ട് ഒരു അവിൽ മിൽക്ക് കഴിച്ചു. പക്ഷെ ശരിക്കും അവിൽ മിൽക്ക് പോലെ ഫീൽ ചെയ്തല്ലോ. നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ്? ശരിക്കുള്ള ട്രഡീഷണൽ ഒറിജിനൽ അവിൽ മിൽക്ക് അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ അവിൽ മിൽക്ക് ഉണ്ടാക്കാന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വേണ്ടത്? അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഫസ്റ്റ് വേണ്ടത് ചിക്കൻ, പിന്നെ ചിക്കൻ മസാല. അതല്ലേ വേണ്ടത്? ചിക്കൻ മസാല. അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ട എന്താണ്? അതെങ്ങനെ പഴം വേണം? ഇതേ പഴമാണ്, ചെറുപഴം, മൈസൂരി പഴം എന്നൊക്കെ പറയുന്ന ഈ പഴം ഉണ്ടല്ലോ, ഇതാണ് ശരിക്കും നമ്മൾ അവിൽ മിൽക്ക് ഉണ്ടാക്കേണ്ട പഴം. പക്ഷെ നമ്മൾ കടയിൽ നിന്നൊക്കെ കുടിച്ച അവിൽ മിൽക്ക് ഇല്ലേ, അത് ഏതോ പഴത്തിട്ട് അവരുണ്ടാക്കിയത്. പക്ഷെ നമ്മൾ ഒറിജിനൽ പഴത്തിട്ടുള്ള ഒറിജിനൽ അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നത്. അതാണ് ഫസ്റ്റത്തെ സാധനം. പിന്നെ രണ്ടാമത്തെ സാധനം ഐസ്ക്രീം വേണം, പിന്നെ പഞ്ചസാര, ഷുഗർ പൗഡർ വേണം, പിന്നെ ഇത് നട്ട്സിന്റെ പൗഡർ ക്രഷ് ചെയ്തത്, പിന്നെ അവില് മിൽക്കാണല്ലോ. അപ്പൊ അവില് മിൽക്ക് ഉണ്ടാക്കാൻ സിമ്പിളാ. ഇത് സിമ്പിളാ. ഇതൊക്കെ അവല് മിൽക്ക്. പഴത്തോളി ഓരോരുത്തര് പഴം തൊലിച്ചിട്ട് പഴം തൊലിക്കുമ്പോഴേ ഇങ്ങനെ ആക്കണം, എന്നാലേ പഴം ശരിക്കും തൊലിയുള്ളൂ. നോക്കാം, അങ്ങനെ ചെയ്തോക്കാം. അപ്പൊ ഷുഗറായില്ലേ? പഴം തൊലിച്ചിട്ട് നമ്മളൊന്ന് പഴത്തിലിടുക, ക്രഷ് ചെയ്യണം. നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്യണം. ഓക്കെ, ഒരുമിച്ചിട്ടിട്ട് ആക്കണം. ഇവിടെ ഇത് നോക്ക് നോക്ക് നോക്ക്. ഇനിയുണ്ടോ? ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഈ പഴത്തിന്റെ കൂടെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യണം. ആ മിൽക്ക് പഴത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് വരണം. അപ്പോഴും പഴത്തിന്റെ മിൽക്കിന്റെ ഫ്ലേവർ നമ്മൾ കുറച്ച് ക്രഷ് ചെയ്യണ പഴത്തേക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചെടുക്കണം. ഈ പഴത്തിന്റെ കൂടെ പഴത്തിന്റെ ഉള്ളിലേക്ക് ഈ നട്ട്സിന്റെ സാധനം മിക്സ് ആയിട്ട് ആഡ് ആവും. ഓക്കെ, നല്ല നന്നായിട്ട് അങ്ങനെയല്ല കൃഷി ചെയ്യേണ്ടത്. അപ്പൊ കാണിച്ചു ഇങ്ങനെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഈ പഴം ക്രഷിംഗ് ആണ്. അവിൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ പോലെ അവിലും ഇട്ടാ മതി അവിൽ മിൽക്കായി. പക്ഷെ അങ്ങനെയല്ല, അത് ചെയ്യണം. കുറച്ച് ചെയ്തിട്ട് ഈ പഴം ഉണ്ടല്ലോ, ഈ പഴം ഇതേപോലെ നന്നായിട്ട് ശരിക്ക് ഈ രൂപത്തിൽ ക്രഷ് ചെയ്തെടുക്കണം. ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നല്ല കാർഡ്സ്. അപ്പൊ നമ്മളെ പഴം ഇതാണ് ശരിക്കും പഴം. അവിൽ മിൽക്കിലെ പഴം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? സാധാരണ ചില പഴം വെറുതെ കുത്തിയിട്ട് അതിന്റെ അടിയിലിട്ട് കുറെ അവിൽ മിൽക്ക് ദൂരല്ലേ. ഈ പഴത്തിൽ തന്നെ ഏകദേശം ഫ്ലേവറുകൾ മിക്സ് ആവണം. നമ്മൾ മിൽക്ക് മിക്സ് ചെയ്തു, നട്ട്സ് എല്ലാത്തിലും മിക്സ് ചെയ്തില്ലേ, അങ്ങനെയാണ് അതിൻ്റെ. നമുക്ക് ജസ്റ്റ് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് കുറച്ചിടോ, ഓവറാൻ പാടില്ല, കുറച്ചുകൂടി മിൽക്ക് ഒഴിച്ചിട്ട് നമ്മളൊന്നുകൂടി ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മള് പഴം റെഡിയായി. അവിലും റെഡിയായി, എല്ലാം റെഡിയായി. അപ്പൊ നമ്മളെ പഴവും സാധനങ്ങളെല്ലാം റെഡിയായി. നമ്മൾ എന്താ വെച്ചാല് ഇനി നമ്മൾ സെർവ് ചെയ്യണ ഗ്ലാസ്സിലേക്ക് ഇത്
സെറ്റ് ചെയ്യലാണ് നെക്സ്റ്റ്. നമ്മളിപ്പോൾ 2 ഗ്ലാസ്സാണ് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ 2 ഗ്ലാസ് നമ്മൾ വൃത്തിയാക്കി കഴുകി. അപ്പം നമ്മൾ മിക്സിങ് തുടങ്ങുകയാണേ. ഓക്കെ, റെഡി? ഗായ്സ്, നമുക്ക് ഫസ്റ്റ് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന കപ്പിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് അവല് മിൽക്ക് ആക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുമല്ലോ, താഴെ ലെയറിൽ നട്ട്സിന്റെ ചെറിയൊരു ലെയറിൽ ഇതെന്താ മറ്റേതിങ്ങനെ താഴത്തെ ലെയർ കറക്റ്റ് ആക്കണം. എനിക്ക് ഓക്കെ, ഇത് താഴെ ഓക്കെ. ആ മതി മതി. ഇനി നമ്മളേ നിക്ക് ഇനി നമ്മൾ താഴെ ഒരു ചെറിയ ലെയർ പാടിടണം. നമ്മൾ ഇങ്ങനെ ലെയർ ആക്കിയിട്ട് കറക്റ്റ് ആക്കി വെക്കണം. ഇനി അത് അതേപോലെ ലെയർ പാടായിട്ട് ഓക്കെ. ഇനി നമ്മള് കുറച്ച് മിൽക്ക് ഒഴിച്ചു. ഓക്കെ, കുറച്ച് മിൽക്ക് ഒഴിച്ചു. പഞ്ചസാര ഇട്ട് ഇതിന് കുറച്ച്. ഇനി എന്താ വേണ്ട അറിയോ? ഐസ്ക്രീം കുറച്ച് അവല് കുറച്ച് പൊക്കി പിടിച്ചിട്ട് നേരെ നമുക്ക് അവലിടാം. അവല് മിൽക്ക് ആണല്ലോ, അപ്പൊ നമ്മള് അവലിട്ട് മിൽക്ക് കിട്ടും. അപ്പൊ അവല് മിൽക്ക് കുറച്ചിട്ടെ ലെയറാക്കി ഓക്കെ. അവിലിട്ടു. ഇനി നമ്മൾ കുറച്ചുകൂടി പാടിടണം. ഇതേപോലെ തന്നെ ലെയറിലാക്കിയാലും നല്ല അടിപൊളി. കാരണം ഞങ്ങൾ കുക്കർസ് ലെയർ മിക്സ് ആവാൻ പറ്റില്ല. ലെയർ മിക്സ് ആയാലേ അതിന്റെ ഫ്ലേവർ ആവൂല. നമ്മൾ ഫസ്റ്റ് ഈ നട്ട്സ് ഒക്കെ ക്രാക്ക് ചെയ്തിട്ടുള്ളത് ഇടണം കുറച്ച്. എന്നിട്ട് നമ്മൾ പാലിടണം. എന്നിട്ട് നമ്മൾ പാലൊഴിക്കണം. എന്നിട്ട് നമ്മൾ അവല് നമ്മൾ ഇടണം. പിന്നെ നമ്മൾ കുറച്ചുകൂടി പഴാക്കിട്ട് കുറച്ച് വെള്ളം ഒരു പാലാക്കിയത് അവല് മിൽക്കായി. നമുക്ക് ലാസ്റ്റത്തെ ലെയർ ഐസ്ക്രീം ആണ്. ഇനി നമ്മള് മുകളിൽ കുറച്ചൊരു ലെയർ അവലിടാം. ഞാനിട്ട എൻ്റെ പാൽ ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ഒരു ലെയർ അവലിടാം. മുങ്ങി പോകാതിരിക്കാൻ. ഇവിടെ 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 കുറച്ച് പഞ്ചസാര അതിൻ്റെ മുകളിൽ കൊടുക്കുക. ഇത് ലെയർ ഇങ്ങനെ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ലെയർ ആക്കിയിട്ടിടണം. അപ്പോഴാണ് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേ കറക്റ്റ് ആയിട്ട്. നമ്മൾ കുറച്ച് ഇതിന് മുകളിൽ ഇട്ടെടുത്തു. വേറൊന്നും സാധാരണ നമ്മൾ അവൽ മിൽക്ക് മേടിക്കുമ്പോൾ കുറേ അതും ഇതൊക്കെ സാധനങ്ങളായിട്ട് ഇടില്ലേ? നോട്ടില്ല, അവൽ മിൽക്കിൽ ഇത്രയും സാധനങ്ങൾ ആവശ്യമുള്ളൂ. ഇതാണ് ശരിക്കും നമ്മൾ അവൽ മിൽക്കിൻ്റെ ഒരു സ്ട്രക്ചർ. നമ്മൾ കുറച്ചും കൂടി ജസ്റ്റ് ഒരു സ്പൂൺ പഴം മാത്രമേ മുകളിലത്തെ ലെയറിൽ ഓക്കെ. ഇനി നമ്മൾ ഇടേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം എടുത്തോ. നമ്മൾ സ്പൂണോട് ഇടാം. നമ്മളെ സ്കൂപ്പിൻ്റെ സാധനം നമ്മളതിൽ സ്കൂപ്പിൻ്റെ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കൂപ്പ് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പം നമുക്ക് സ്കൂപ്പ് ചെയ്ത് ഇങ്ങനെ തന്നെയാണ് ഇടുക. കറി നിൽക്കണ്ടേ? അയ്യോ ചൂടിപ്പോയി. നമുക്ക് തിന്നാം. ഇതിന്റെ മുകളിൽ കൂടെ ഡെക്കറേഷന് വേണ്ടി കുറച്ച്
പപ്പ കുറച്ച് ഡെക്കറേഷൻ വേണമെങ്കിൽ ബാക്കി ഐസ്ക്രീം വെക്കണം എന്നാ പറയുന്നത്. കുറച്ചാക്കിയാൽ മതി ഇതില്, ബാക്കി നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ വായിക്കാൻ പോണോ ഐസ്ക്രീം? ഐസ്ക്രീം നീ മതി 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 ഐസ്ക്രീം കുറച്ചുള്ളൂ, അത് മതി. ഇത്ര തന്നെ ഐസ്ക്രീം ഇട്ടുള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് മുകളിൽ ഡെക്കറേഷൻ കുറച്ച് കുറച്ച് നട്ട്സ് തന്നെ അവിൽ തന്നെ ഇട, കുറച്ച് കുറച്ച് പഞ്ചസാര അങ്ങനെ ജസ്റ്റ് പിന്നെ കുറച്ച് നട്ട്സ് അപ്പോൾ ദിസ് ഈസ് ദ അവിൽ മിൽക്ക് കടാ. എന്നാ പിടി, അതിൻ്റെ സ്പൂൺ പിടി. എന്നതാ സാധനം ടേസ്റ്റ് ചെയ്യൂ. അവിൽ മിൽക്ക് രണ്ടുപേരും ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയൂ. ഞങ്ങൾ ഐസ്ക്രീമും അതും കഴിച്ചോണ്ട് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെയല്ല, അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണതാ. ഇങ്ങനെ വെച്ചാൽ അപ്പോൾ കഴിക്കണില്ല, ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിൽ നിന്നല്ല എടുക്കുക, സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. അപ്പം നമ്മൾ ആ ലെയർ കൊടുത്ത സാധനങ്ങളില്ലേ അത് മൊത്തം എൻ്റെ സ്പൂണിൽ വരും. അങ്ങനെ അങ്ങനെ കഴിക്കുക, മുകളിൽ നിന്ന് കഴിക്കല്ലേ ചെയ്യുക. നമ്മൾ അവിൽ മിൽക്കും ഫലൂദയും കഴിക്കുമ്പോൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കഴിക്കും. അപ്പോൾ ഫ്ലേവറുകൾ മിക്സ് ചെയ്ത് കിട്ടും. രസമുണ്ടോ? സാധനം എങ്ങനെയുണ്ട്? സൂപ്പറായോ സാധനം? എങ്ങനെയുണ്ട് സാധനം? നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ അവല് മിൽക്കാണ് ഇവിടെ റെഡി ആക്കുന്നത്. നമ്മൾ അവല് കടയിൽ നിങ്ങൾക്ക് തിന്നായിരിക്കാനില്ല. അപ്പോൾ ഇത് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂളായിട്ടുള്ള ഡ്രിങ്ക്സ് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ടാറ്റാ.